എൻ്റെ പൊങ്കാല തിളയ്ക്കാൻ തുടങ്ങി ഗൈസ്. പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ, കിഴക്കൂട്ട് തിളച്ച് കിഴക്കൂട്ട് തൂകിയാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കും, പടിഞ്ഞാറോട്ട് ചെയ്താൽ കാര്യം നടക്കും, പക്ഷെ കുറച്ച് താമസിക്കും എന്നൊക്കെ. എനിക്കത് ഭയങ്കര വിശ്വാസമാണ് ഗൈസ്. അടുപ്പ് കൂട്ടാനായിട്ട് അമ്മേ മഹാമായി ചാണകമൊക്കെ തേച്ച് കല്ലും വെച്ചു. ഞങ്ങൾ പൊങ്കാല ഇടാൻ തുടങ്ങുകയാണ് ഗൈസ്. വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ കൊരവിടും അല്ലേ? ഹായ്, എല്ലാവർക്കും പൊങ്കാല ദിനാശംസകൾ. വിളക്ക് അടുപ്പ് കത്തിച്ച് പുകയിന്ന് എൻ്റെ പൊങ്കാല തിളയ്ക്കാൻ തുടങ്ങി ഗൈസ്. പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ, കിഴക്കൂട്ട് തിളച്ച് കിഴക്കൂട്ട് തൂകിയാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കും, പടിഞ്ഞാറോട്ട് ചെയ്താൽ കാര്യം നടക്കും, പക്ഷെ കുറച്ച് താമസിക്കും എന്നൊക്കെ. എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ പൊങ്കാല തിളച്ച് പൊങ്ങി വരുന്ന എങ്ങോട്ട് കിളക്കിയോ നോക്കാം. തെക്കോട്ടും വടക്കോട്ടും ഒക്കെ തിളച്ച് വീഴണം. അതിനും എന്തൊക്കെയോ ഉണ്ട്, അതെനിക്ക് ഓർമ്മയില്ല. എൻ്റെ കുതുമ്പും ചൂട്ടും തിളച്ച് പൊന്താനായിട്ടിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ആൾക്കൊരു മടി, എന്താണാവോ? എനിക്കിതാ എൻ്റെ പൊങ്കാല തിളച്ച് കിഴക്കോട്ടാണ് വീണത്. യശോ ഓടിവാ, കിഴക്കോട്ട് വീണു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് എൻ്റെ അമ്മ സാധിച്ചു തരും ഭഗവാനെ. ശർക്കര ഇടാൻ ടൈമായി ഗൈസ്. അമ്മേ, എൻ്റെ പായസം ആയി ഗൈസ്. ഞാനിനി ഇത് അടച്ച് വെക്കുകയാണ്. ഇനി അമ്പലത്തിൽ 1:15 അപ്പോൾ ഇനി തുറന്നിട്ട് നമ്മൾ വീട്ടിലായതുകൊണ്ട് ദേവിക്ക് കുറച്ചെടുത്ത് വയ്ക്കണം, എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം, കർപ്പൂരം ഒഴിയണം. പൊങ്കാല ഇട്ട് കഴിഞ്ഞു ഗൈസ്. ഒരടുപ്പിൽ വെച്ചിട്ട് ഇത്രയും പോഹ. അപ്പോൾ ആദ്യകാലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അനന്തപുരി മൊത്തം യാഗശാല പോലെ ആവുമെന്നാണ് ആൾക്കാർ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. കണ്ണ് കാണാൻ പറ്റാതെ നിന്നാണ്, കരഞ്ഞുകൊണ്ടാണ് ദേവിക്ക് എല്ലാവരും പൊങ്കാല ഇടുന്നത്. അത്ര ഒരടുപ്പ് വെച്ചിട്ട് ഞാൻ കിടന്നത്. അപ്പോൾ എൻ്റെ അടുപ്പ് അടച്ചു വെച്ച് ഇനി 1:15 അവിടെ ദേവിക്ക് നിവേദിച്ചിട്ട് ഇറങ്ങാപ്പോഴേ നമ്മളിനി പൊങ്കാലക്കലം അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വാങ്ങി വെക്കുമ്പോൾ കാണിക്കാം. നമ്മൾ വീട്ടിൽ ചെയ്തതുകൊണ്ട് കുറച്ച് കർപ്പൂരം ഒഴിയണം, ഒരു പാത്രത്തിൽ ഇലയിൽ കുറച്ച് ദേവിക്ക് എടുത്ത് വെക്കണം, അങ്ങനെ കുറച്ച് ചടങ്ങുകളുണ്ട്. അപ്പോൾ കാണാം. ചൂട് കരണ്ടും അങ്ങ് പോയി. എൻ്റെ പരികർമ്മിയാണ്. ആരും ഇല്ലായിരുന്നു, പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ടൊരു സുഖമില്ലായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് അവിടെ അമ്പലത്തിൽ പോയില്ലേ നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി ഇവിടെ കഴിക്കുന്നതാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ തിരുവനന്തപുരത്തുകാർ തരും നല്ല സദ്യ, ലേശം അടിപൊളി സദ്യ അവര് തരുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ യശോയ്ക്ക് കഴിക്കുന്നതും ഞാൻ കഴിക്കുന്നതും മാത്രം, വേറൊന്നുമില്ല. പരികർമ്മി അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാ പരികർമ്മി വീട്ടിൽ എൻ്റെ കൂടെ. അമ്പലത്തിൽ വരുമ്പം വെള്ളം മേടിച്ചു തരും,
പിന്നെ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ലഞ്ച് ഉണ്ടാവും, അതൊക്കെ പോയി മേടിച്ചുകൊണ്ട് തരും. ഇന്ന് വീട്ടിൽ വെച്ച് ആദ്യമായിട്ട് യേശുവിന്റെ കൂടെ നിൽക്കുന്നത്. എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പൊ ഹാപ്പി പൊങ്കാല. ഹാപ്പി പൊങ്കാല എന്ന് പറയാ. ഹാപ്പി പൊങ്കാല. അങ്ങനെ ദേവിക്ക് ഞങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ പൊങ്കാല അവസാനിച്ചു. കാത്തിരുന്ന ഒരു വർഷത്തെ കാത്തിരിപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ.